കിഴുവിലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച കോൺഗ്രസ് വാർഡ് അംഗങ്ങളെ ഒടുവിൽ ചിറയൻകീഴ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ മുൻപും ഉപരോധ സമരം സംഘടിപ്പിച്ചിരുന്നു. ഓഗസ്റ്റ് 31 മുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ മുഴുവൻ തെരുവുവിളക്കുകളും പ്രകാശിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവർക്ക് ഉറപ്പു നൽകിയതായും ഈ ഉറപ്പ് പാലിക്കാത്തതിനാൽ ഇക്കഴിഞ്ഞ 3-ാം തീയതി കോൺഗ്രസ് വാർഡ് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു. ഒടുവിൽ ഈ മാസം 5-ാം തീയതി തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എഴുതി ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് അന്ന് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. ഈ പേപ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ സമരം നിർത്തി പോകുന്നത്. സെക്രട്ടറി 5-ാം തീയതി ഇവിടെ 6-ാം തീയതി മെയിൻ്റനൻസ് തുടങ്ങുമെന്നുള്ള ഉറപ്പാണ് തന്നിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ കാലത്ത് മുതൽ നടത്തി വന്ന സമരം ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇത് വീണ്ടും പാലിക്കാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ വീണ്ടും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനന്തകൃഷ്ണൻ നായർ, സലീന റഫീഖ്, വത്സലകുമാരി, ജയന്തി കൃഷ്ണ, കടയറ ജയചന്ദ്രൻ തുടങ്ങിയവർ സെക്രട്ടറിയെ ഉപരോധിച്ചത്. ജനപ്രതിനിധി കോൺഗ്രസിന്റെ ജനപ്രതിനിധിയോട് അടിച്ചു ആവശ്യമാണ്. തെരുവുകളൊക്കെ ആവശ്യമല്ലേ? കഴിഞ്ഞ 6 മാസക്കാലമായി കിഴുവിലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയോട് തെരുവുവിളക്കിൽ കത്തിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മുടെ ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ 5 മെമ്പർമാർ നടത്തുകയുണ്ടായി. പലതവണ പല കത്തുകളും നൽകുകയുണ്ടായി. പക്ഷേ നാളെ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. കിഴുവിലം ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഓണത്തിന് മുമ്പ്, ഓണവും നബിദിനവും ഒക്കെ വരുന്നതിന് മുമ്പ് ലൈറ്റ് കത്തിക്കുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി അത് ഈ വർഷം അത് നടപ്പിലാക്കാതെ വന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സെക്രട്ടറിയെ കണ്ടു. സെക്രട്ടറി ഒരു വാക്കാൽ ഒരു ലെറ്റർ എഴുതി തരികയും ആ ലെറ്ററിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇന്നും, അതായത് 6-ാം തീയതി കൃത്യമായി 5-ാം തീയതി വണ്ടി എത്തി 6-ാം തീയതി നടത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ നടത്താത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിന്നിവിടെ ഒരു ജനപ്രതിനിധികളുടെ ജനകീയ സമരം ഇവിടെ ആസൂത്രണം ചെയ്തതും അതിലേക്ക് കടക്കേണ്ടി വന്നത്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ ഇതിനെക്കുറിച്ച് ആവശ്യം ഉന്നയിച്ചു. പക്ഷേ അതിനെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള പോക്കാണ് ഭരണപക്ഷം സ്വീകരിച്ചത്. കഴിഞ്ഞ കമ്മിറ്റിയിലും ഇതിനെക്കുറിച്ച് വളരെ സംസാരമുണ്ടായി, അവിടെ വലിയ ഇഷ്യൂസ് ഉണ്ടായി. എന്നിട്ട് പോലും അവരതിനെ ഗൗരവത്തോട് കാണുവാനായിട്ട് അവർ കൂട്ടാക്കിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റി ഒരു 5 മെമ്പർമാരെല്ലാം കൂടി സെക്രട്ടറിയേറ്റ്. അപ്പോൾ സെക്രട്ടറി പറഞ്ഞാണ് ഈ 5-ാം തീയതി കൃത്യമായി തന്നെ തെരുവുവിളക്കുകൾ കത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 5-ാം തീയതി ആയിട്ടും തെരുവുകളൊക്കെ കത്തിക്കുന്നില്ല. 6-ാം തീയതി ആയി. ഈ 6-ാം തീയതി ആയപ്പോഴാണ് നമ്മളിവിടെ വന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത്. നമ്മളിവിടെ സമരത്തിന് വരുമ്പോഴപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ളവർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. രാത്രി വൈകിയും പ്രതിഷേധം തുടർന്നതോടെ ചിറയൻകീഴ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാലുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഭയൻ ഗോരാണി, മണ്ഡലം പ്രസിഡന്റ് ബിജു കിഴുവിലം, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അനൂപ് BS, കിഴുവിലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് N വിശ്വനാഥൻ നായർ, വൈസ് പ്രസിഡന്റ് J ശശി, ബോർഡ് അംഗങ്ങളായ മണലിവിള താഹ, ഷമീർ കിഴുവിലം, ഷാനവാസ്, ചന്ദ്രശേഖരൻ നായർ, ബ്ലോക്ക് ഭാരവാഹി PA റഹീം തുടങ്ങി
കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. എന്നാൽ തെരുവുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാനിരിക്കെ നടത്തിയ സമരം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്നും കാലവർഷം കാരണമാണ് അറ്റകുറ്റപ്പണികൾ വൈകിയതെന്നും കിഴിവിലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ കൃത്യമായി തെരുവുവിളക്കുകൾ പ്രകാശിപ്പിച്ചു വരികയായിരുന്നു. ഇപ്പോൾ കാലവർഷം കാരണം നമുക്ക് യഥാസമയം തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ബന്ധപ്പെട്ട തെരുവുവിളക്ക് മെയിൻ്റനൻസ് ചെയ്യുന്ന ആളുകളെ വിളിച്ചു വരുത്തുകയും അവർ നാളെ മുതൽ മെയിൻ്റനൻസ് ആരംഭിക്കുമെന്നും കണ്ട സാഹചര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം സെക്രട്ടറിയെ ഉപരോധിച്ചത്. ഉറപ്പായും അവർക്കറിയാം ഇന്ന് രാത്രി വാഹനങ്ങൾ എത്തുമെന്നും നാളെ മുതൽ വിവിധ വാർഡുകളിൽ ലൈറ്റ് മെയിൻ്റനൻസ് നടക്കുമെന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ കഴിയുമോ എന്നുള്ള ദുഷ്ടലാക്കാണ് കോൺഗ്രസിനെ സമരത്തിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, കിഴിവലത്തെ കോൺഗ്രസിൽ 3 ഗ്രൂപ്പുകളാണ് പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ ഓരോ ഗ്രൂപ്പുകൾ ഓരോ ദിവസം സമരം ചെയ്ത് അവരുടെ ശക്തി മറ്റേ ഗ്രൂപ്പിനെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമമാണ്. അവരുടെ രാഷ്ട്രീയ മത്സരങ്ങൾക്ക്, കിടമത്സരങ്ങൾക്ക്, കുടിപ്പകൾക്ക് പഞ്ചായത്തിൻ്റെ മുന്നിൽ സമരം നടത്തുകയും സെക്രട്ടറിയെ തടഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത് അപലപനീയമാണ്. അത് ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കാവുന്ന ഒരു നിലപാടല്ല. അതിനെ ശക്തമായി അപലപിക്കുന്നു. തലസ്ഥാന വാർത്തകൾ ചിറയിൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്കോട്, ആറ്റിങ്ങൽ, പോത്തൻകോട്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.